ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമവാക്യത്തിൻ്റെ പൊരുൾ ചിന്തിച്ചുകൊണ്ട് വിഭീഷണൻ വണക്കം പൂണ്ടുവരുന്ന സീതയെ രഘുപതി സമീപത്തിലെത്തിച്ചു. സൗമിത്രിയും സുഗ്രീവനും വാനരേന്ദ്രൻ ഹനുമാനും ശ്രീരാമൻ്റെ അഭിപ്രായം കേട്ട് ഏറ്റവും അധികം വേദനയാർന്നവരായി. സ്വപത്നിയെ തീരെ വില വയ്ക്കാതെ ഒരുവൻ്റെ ഘോരങ്ങളായ കൽപ്പനകളാണിത്. ദേവിയിൽ പ്രീതിയില്ലാത്തവനെ പോലെയാണ് രഘുപതിയെ ഇപ്പോൾ കാണുന്നത്. ലജ്ജ കൊണ്ട് സ്വശരീരത്തിൽ തന്നെ ഒളിച്ച മൈഥിലി വിഭീഷണന്റെ പിന്നാലെ ഭർതൃസവിധത്തിലെത്തി. വസ്ത്രത്താൽ മുഖം മൂടിയ ദേവി ആയിരം ജനങ്ങളുടെ മധ്യത്തിൽ ലജ്ജാധിക്യത്താൽ തല താഴ്ത്തി നാഥനെ നോക്കി ആര്യപുത്ര എന്നിങ്ങനെ കേണുകൊണ്ട് വിളിച്ചു. വിസ്മയം, സന്തോഷം, സ്നേഹം എന്നീ ഗുണങ്ങളാൽ സ്വരൂപമാർന്ന മൈഥിലി ഭർത്താവിൻ്റെ സൗമ്യമായ വദനത്തെ അതിലധികം സൗമ്യഭാവമാർന്നു നോക്കി. ദേവിയുടെ മനസ്സിൻ്റെ മാലിന്യവും തളർച്ചയും പെട്ടെന്ന് നീങ്ങി. തെളിഞ്ഞു വിളങ്ങുന്ന പൂർണ്ണചന്ദ്രസുന്ദരമായ ഭർതൃമുഖത്തെ അനേക കാലമായി കാണുവാൻ ആഗ്രഹിച്ച പ്രിയതമ മുഖത്തെ കണ്ടതോടെ തെളിഞ്ഞ കുളിരമ്പിളി പോലെയായി ദേവിയും. ശിരസ് കുനിച്ച് ഒരു ഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സീതാദേവിയെ കണ്ട് ശ്രീരാമൻ തിരുവുള്ളത്തിലെ ഭാവം വിശദമാക്കുവാൻ ഒരുങ്ങി. ഹേ ഭദ്രേ, ശത്രുക്കളെ മുഴുവൻ യുദ്ധത്തിൽ നിഗ്രഹിച്ച് ദേവിയെ ഞാൻ വീണ്ടെടുത്തു. ഒരുവൻ പൗരുഷം കൊണ്ട് ചെയ്യേണ്ടതെന്തോ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്ക് വന്നു ചേർന്ന അപമാന ഭാരത്തെ അരിശത്തിൻ്റെ അറ്റമണഞ്ഞ് ഞാൻ മായ്ച്ചു. അപമാനത്തെയും ശത്രുവിനെയും ഒന്നിച്ച് ഞാൻ പറിച്ചെടുത്തു. ഇന്ന് എൻ്റെ യജ്ഞം സഫലമായി. ഇന്ന് എൻ്റെ പൗരുഷം ലോകം കണ്ടു. പ്രതിജ്ഞാസാഗരം കടന്ന ഞാൻ ഇന്ന് സ്വതന്ത്രനായി. ചപലന്മാരായ രാക്ഷസന്മാർ എന്നിൽ നിന്ന് നിന്നെ അപഹരിച്ചു. ദൈവം പിണച്ച ആപത്ത് മനുഷ്യൻ്റെ ധീരത കൊണ്ട് ഞാനിന്ന് അതിനെ ഇല്ലാതാക്കി. വന്നു ചേർന്ന അപമാനത്തെ സ്വന്തം കെൽപ്പ് കൊണ്ട് ഇല്ലാതാക്കി. ശക്തിയില്ലാത്തവൻ എന്തിനാണ് പൗരുഷം? മഹാസമുദ്രത്തെ ചാടിക്കടന്നു. ലങ്കാരാജ്യത്തെ മുഴുവൻ മുടിച്ചു. ഈ ഹനുമാന്റെ വൻ കർമ്മം പുകഴ്ത്തത്തക്ക ഫലമുള്ളതായി തീർന്നു. യുദ്ധത്തിൽ എല്ലാം ഇപ്പോഴും എൻ്റെ ഇഷ്ടത്തെ മാനിച്ച് സ്വപരാക്രമ ഫലങ്ങൾ കാണിച്ച സുഗ്രീവന്റെ പ്രയത്നം ഇന്ന് സഫലമായി. മഹാദുഷ്ടനായ അഗ്രജനെ പിരിഞ്ഞ് എന്നെ സമീപിച്ച വിഭീഷണൻ ചെയ്ത കൃത്യങ്ങൾ ഇന്ന് സഫലമായി. ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ട മൈഥിലി പെൺമാൻ പോലെ പകച്ചുപോയി. വിടർന്ന മിഴികളിൽ നിന്ന് അശ്രുക്കൾ ഒഴുകി. സീതയെ കാണും തോറും ദേവന് അരിശം ആളുവാനാണ് തുടങ്ങിയത്. ആ കണ്ണുനീർ അഗ്നിയിൽ ഒഴിച്ച നെയ്യ് പോലെയാണ് വന്നത്. പുരിക കൊടികൾ വളഞ്ഞു. തൃക്കണ്ണോട്ടം പിന്തിരിച്ചു. കവികളും രാക്ഷസ പ്രമുഖന്മാരും കേൾക്കത്തക്ക വിധം പരുഷമായ വാക്കുകളാണ് ദേവിയോട് തുടർന്നത്. ഒരു മനുഷ്യൻ അവമാനത്തെ മറയ്ക്കുവാൻ വേണ്ടി എന്തെന്നാണോ ചെയ്യേണ്ടത് ആ കൃത്യം രാവണനെ നിഗ്രഹിച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഉഗ്ര തപസ്സുകൊണ്ട് ഭാവിതാത്മാവായ ഭഗവാൻ അഗസ്ത്യൻ അചിന്ത്യമാം വിധം തെക്കൻ ദിക്കിനെ വീണ്ടെടുത്തതുപോലെ ഞാൻ നിന്നെ വീണ്ടെടുത്തു. ഹേ ഭദ്രേ, നിനക്ക് വേണ്ടിയല്ലേ ഞാനീ ചെയ്തതെല്ലാം എന്ന് മനസ്സിലാക്കൂ. എൻ്റെ വംശത്തിന് താഴ്ചയും ദുഷ്പേരും ഉണ്ടാകാതിരിക്കാനും രാജനീതി പരിപാലിക്കുവാനുമാണ് ഞാൻ യത്നിച്ചത്. ചാരിത്രത്തിൽ സംശയമാർന്നവളാണ് നീ. കണ്ണിൽ രോഗം പിടിപെട്ടവൻ്റെ മുന്നിൽ ദീപം വയ്ക്കുന്നത് പോലെ നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതേ ദുസ്സഹമായി തീരുന്നു. അതുകൊണ്ട് ഹേ ജാനകി, ഞാനിതാ സമ്മതം തരുന്നു. യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും പോകാം. 10 ദിക്കുകളിലും നിന്നെ കൊണ്ട് ഇനി കാര്യമില്ല. അന്യന്റെ ഗൃഹത്തിൽ അനേക ദിവസം പാർത്തൊരു പെണ്ണിനെ കുലീനനായ ഏതൊരു തേജസ്വിയാണ് ഉത്കണ്ഠയോടെ തിരികെ സ്വീകരിക്കുക? രാവണന്റെ അകതലത്തിൽ വസിച്ചവളാണ് നീ. ദുഷ്ടാഗ്രേസരനായ രാക്ഷസേന്ദ്രന്റെ കണ്ണിൽ പെട്ടവളാണ് നീ. വംശമഹിമയെപ്പറ്റി പറയുന്ന എനിക്ക് നിന്നെ തിരിച്ചെടുക്കുവാൻ പാടുണ്ടോ? ഏതൊന്നിനു വേണ്ടിയാണോ ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ ഉദ്ദേശിച്ചത് ആ ഫലം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് നിന്നിൽ യാതൊരു ആസക്തിയുമില്ല. യഥേഷ്ടം എന്നെ വിട്ടുപോകാം. ആലോചിച്ച് തീർപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിന്റെ ഇഷ്ടം പോലെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, സുഗ്രീവൻ, അസുരേന്ദ്രൻ, വിഭീഷണൻ എന്നിവരിൽ ആരെയാണോ സേവിക്കുവാൻ ഇഷ്ടം അവരെ സേവിച്ചുകൊള്ളൂ. അഥവാ മറ്റെവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവിടെയുമാകാം. ദിവ്യാംഗ സൗന്ദര്യമുയർന്ന സീതേ, സ്വഗൃഹത്തിൽ വസിക്കുന്ന നിന്നെ കൊണ്ട് അനേക ദിവസങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ദുരാത്മാവായ രാവണന് ഇല്ലല്ലോ. അനേക കാലമായി പ്രിയവാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവളും തികച്ചും
അതിന് അർഹതയുമായ ആ മാനിനീരത്നം പ്രിയതമനിൽ നിന്ന് ഇത്തരം കേട്ടപ്പോൾ കുംഭീന്ദ്രൻ തുമ്പിക്കരത്താൽ പിളർത്തിയ ഈന്തൽ പോലെ വിറച്ച് കണ്ണീർ ഒഴുക്കി തുടങ്ങി. ദേഹം തരിപ്പിക്കുന്ന ഇത്തരം വാക്കുകൾ കോപിഷ്ഠനായ രഘുപതി പരുഷമായി പറഞ്ഞത് കേട്ട മൈഥിലിക്ക് ഏറ്റവും വേദനയാർന്നു. ഭർത്താവിന്റെ മുഖത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്തവ മഹാലോക മധ്യത്തിൽ നിന്ന് കേട്ട ദേവി ലജ്ജയിൽ ആണ്ടുപോയി. തന്റെ ശരീരത്തിൽ താൻ തന്നെ ഒതുങ്ങിയതുപോലെയായി. ആ ക്രൂരവാക്കുകൾ ഉള്ളിൽ തറച്ച മുള്ളുകൾ പോലെ വേദനിപ്പിച്ചു. അശ്രുക്കൾ തൂകി. അല്പസമയം കഴിഞ്ഞ് കണ്ണീരൊഴുകുന്ന മുഖത്തെ ഒന്ന് തുടച്ച് തൊണ്ടയിടറിക്കൊണ്ട് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. അതിരൂക്ഷവും കർണകഠോരവുമായ വാക്കുകൾ അവിടുന്ന് അരുളി ചെയ്യാൻ എന്താണ് കാരണം? ഹീനനായ ഒരുവൻ അത്തരത്തിൽ ഉള്ള ഒരുവളോട് എന്ന പോലെയാണല്ലോ ഈ വാക്കുകൾ. മഹാപ്രഭോ, അവിടുന്ന് വിചാരിക്കുന്നത് പോലെയല്ല. എൻ്റെ നില തികച്ചും വിശ്വസിക്കാവുന്ന ചാരിത്രമാണ് എന്നിലുള്ളത്. എൻ്റെ ചാരിത്രത്തെ തന്നെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. വെറും ഒരു പ്രാകൃത സ്ത്രീയുടെ നടപ്പ് പോലെ എന്നിൽ ശങ്കിക്കുകയാണ്. ഇങ്ങനെയുള്ള സംശയമേ ഉപേക്ഷിക്കൂ. അവിടുത്തേക്ക് ഞാൻ പരീക്ഷിക്കപ്പെട്ടവളല്ലേ? എൻ്റെ ശരീരത്തെ രാക്ഷസ രാജാവ് സ്പർശിച്ചത് എൻ്റെ അബലത്വം കൊണ്ട് മാത്രമാണ്. എൻ്റെ ആഗ്രഹത്താലല്ല, സമ്മതത്താലല്ല അങ്ങനെ പറ്റിയത്. ദേവേച്ച എന്ന് മാത്രമേ പറയുവാനുള്ളൂ. എൻ്റെ അധീനത്തിലാണ് മനസ്സ്. അത് അവിടുത്തെ തിരുമുമ്പിൽ ഇതാ സുസ്ഥിരമായി നിൽക്കുന്നു. ദേഹത്തിൻ്റെ പരാധീനത വന്നതിൽ അപലയായ ഞാൻ എന്തൊന്നാണ് ചെയ്യുക? ഒന്നിച്ച് വളരൽ, സംസർഗം എന്നിവ കൊണ്ട് അവിടത്തേക്ക് എന്നെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്നേക്കും ഞാൻ ഹതയായി കഴിഞ്ഞു. വീരനായ ഹനുമാനെ ലങ്കയിലേക്ക് അയച്ചത് എന്നെ കാണുവാനല്ലേ? ഈ രാജ്യത്തിൽ അധിവസിക്കുകയാണെന്നറിഞ്ഞിട്ടും അവിടുന്ന് അന്ന് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാതിരുന്നത്? അന്ന് അവിടുത്തെ അഭിപ്രായം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കപികേസരിയുടെ മുമ്പിൽ വെച്ചു തന്നെ ഞാൻ ജീവനെ വെടിഞ്ഞേനെ. എന്നാൽ പ്രാണഹാനി കൂടി വരത്തക്ക വിധത്തിലുണ്ടായ ഈ പരിശ്രമങ്ങളൊന്നും അവിടുത്തേക്ക് ആവശ്യമില്ലായിരുന്നു. സഹായികളായ ഇവർക്കെല്ലാം ഫലമില്ലാത്ത കഷ്ടപ്പാട് വേണ്ടായിരുന്നു. നരവ്യാഘ്രനായ അവിടുന്ന് രോഷത്തിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വെറും ഒരു സാധാരണ സ്ത്രീ മാത്രമായിട്ടാണ് എന്നെ കാണുന്നത്. നിസാരനായ ഒരുവനെ പോലെ അവിടുന്ന് താഴ്ന്ന് കാണരുതേ. അയോനിജയായി ഭൂമിയിൽ നിന്ന് ജനിച്ച ഞാൻ ജനക മഹാരാജ പുത്രിയായി വളർന്നത് എൻ്റെ സ്വഭാവസ്ഥിത ഇതൊന്നും സർവ ജീവരാശികളുടെയും നടപ്പറയുന്ന അവിടുന്ന് ഗണിച്ചില്ല. അതിബാല്യകാലത്ത് ബാലനായ അവിടുന്ന് വിവാഹം കഴിച്ചു. എന്നിട്ടും എൻ്റെ പതിഭക്തിയും സ്വഭാവവും പിന്നിലേക്കാക്കി. അശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ഗദ്ഗദത്തിൽ ഇത്രയും പറഞ്ഞ വൈദേഹി ചുറ്റും നോക്കി. അതിചിന്തയിലാണ്ട് ലക്ഷ്മണനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.